നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡ്രൈവർ, വണ്ടി നിർത്ത്. എന്താ ശേര? ചേട്ടാ, അത് നമ്മുടെ ദിവ്യയല്ലേ? നീ ഒന്ന് ഇറങ്ങി നോക്കി. ശരി ഏട്ടാ. ആ ശേര, നീ ഇരിക്കും. എന്താ ഏട്ടാ? ഇലക്ഷൻ ഇനി അധിക ദിവസങ്ങളില്ല. നിന്റെ അഭിപ്രായത്തില് എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട്? റിസൾട്ടിന്റെ കാര്യത്തിൽ എന്തിനേട്ടാ ഇങ്ങനെ കൂടുതൽ ആലോചിക്കുന്നേ? ചേട്ടൻ ജയിക്കുമെന്ന് ഉറപ്പല്ലേ? ഇതുവരെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ചേട്ടൻ ഇത്തവണ ജയിക്കും. ശരിക്കും ഏട്ടൻ തന്നെയാവും അടുത്ത മുഖ്യമന്ത്രി എന്ന് എല്ലാരും പറയുന്നുണ്ട്. മറ്റു മിനിസ്റ്റർമാരുടെ ഇടയിലും നാട്ടിലുമൊക്കെ ആ ഒരു ടോക്കുണ്ട്. ഏയ്, ഒരിക്കലുമില്ല. സുകുമാരൻ സാറായിരിക്കണം ഇത്തവണ മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്ന തീരുമാനം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, ഞാൻ പൊതുവെയുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, രാജു രതി എത്തിയില്ലേ? ഇല്ല, അവരെത്തിയിട്ടില്ല. അന്ന് റിസപ്ഷൻ ദിവസം അവൻ എന്താ പറ്റി നീ തിരക്കിയോ? അത് ഞാൻ തിരക്കി കേട്ടാ. രാജുവിന് അങ്ങനെ മദ്യപിക്കുന്ന ശീലമേ ഇല്ല. അതെന്തോ അബദ്ധത്തിൽ സംഭവിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, അബദ്ധമൊന്നും ആവാൻ വഴിയില്ല. ഈ വീട്ടിൽ മദ്യം കൊണ്ടുവന്ന് വെക്കാനും മദ്യപിച്ച് കയറി വരാനും ധൈര്യമുള്ള ഒരുത്തനല്ലേ ഉള്ളൂ. തോളൊപ്പം വളർന്നൊന്നും നോക്കണ്ട. അവന്റെ മുറിയിൽ കുപ്പിയോലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് പൊട്ടിച്ചളഞ്ഞേക്കും. എതിർത്ത് സംസാരിച്ച 2 പൊട്ടീരും വെച്ചു കൊടുത്തേക്കും. ശരിയേട്ടാ. രാജുവിന്റെ ഹൃദയയുടെയും കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പലർക്കും അവരോട് വിരോധമുണ്ട്. നിന്റെ ഒരു കണ്ണെപ്പോഴും അവർക്ക് നേരെ ഉണ്ടാവണം. ഉണ്ടാവും ചേട്ടാ. അവർക്കവിടെ രാജുവിന്റെ വീട്ടിലെ ക്യാഷിന്റെ പ്രശ്നത്തിൽ അവരെ സഹായിക്കാനാവുന്നില്ലോ എന്നോർത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? സഹായമൊന്നും വേണ്ടെന്നല്ലേ അവള് പറയുന്നത്. അച്ഛന്റെ മോളല്ലേ, അവളും മനസ്സിലെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. അച്ഛനെ പോലെ തന്നെ വാശിക്ക് അവൾക്കൊരു കുറവില്ലെന്ന് ചേട്ടന് മനസ്സിലായില്ലേ? അവളെ വിവാഹം കഴിപ്പിച്ച് എവിടേക്കെങ്കിലും പറഞ്ഞേക്കാൻ എനിക്ക് ധൃതിയായിരുന്നു. ഇപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് അവള് പോയതിനു ശേഷം പലതും എനിക്ക് മനസ്സിലാവുന്നു. എന്താ ഏട്ടാ? ഏയ്, ഒന്നുമില്ല. എന്റെ ചിന്താരീതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. രാജുവിനെ മദ്യപിച്ചു കണ്ടപ്പോ അവൻ മദ്യപിച്ച് ആരോഗ്യം പാഴാക്കുകയാണല്ലോ എന്നല്ല, എന്റെ മകളുടെ ഭാവി എന്തായിരിക്കുന്ന ഞാൻ ആലോചിച്ചതും എനിക്ക് ദേഷ്യം വന്നത്. ചേട്ടൻ പ്രതികമോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നീ ഇനി ഇതാരോടും പറയാനും നിൽക്കണ്ട. ശരിയേട്ടാ. ഈശ്വര, അല്ലടാ, നീ വിചാരിച്ചാൽ അത്രയും ക്യാഷൊന്നും ഒറ്റയടിക്ക് റോൾ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ടല്ല. രമ്യയുടെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതില് കുറച്ചെങ്കിലും കൊടുത്ത് ഋതിക മാഡത്തിന്റെ ഗോൾഡ് തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ അത് നാണക്കേടല്ലേ? കണ്ടോ രാധമേ, കുറെ ദിവസമായിട്ട് രാജു ക്യാഷ് ഉണ്ടാക്കാനുള്ള ശ്രമത്തില്. ഒന്ന് സമാധാനപ്പെട്, സമയമാകുമ്പോ ക്യാഷ് കയ്യിലേക്ക് വരൂന്ന് പറഞ്ഞിട്ട് രാജുവിനത് മനസ്സിലാവുന്നില്ല. സമയാവുമ്പോ കാശ് കയ്യിലേക്ക് വരുമെന്നോ? അങ്ങനെയൊക്കെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വീട്ടിലല്ലേ സംഭവിക്കൂ. ഈ വീട്ടില് വരവിനേക്കാൾ കൂടുതൽ ചെലവുകളും ലാഭത്തിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങളുമാ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. മോളുടെ സ്വർണത്തിന്റെ കാര്യം തന്നെ അതിനുദാഹരണ. മോൾ ഈ വീട്ടിലേക്ക് വന്നു, സ്വർണം രുക്മിണിയമ്മയുടെ വീട്ടിലേക്ക് പോയി. രാധമ്മ എന്തീ പറയുന്ന? അങ്ങനൊന്നും ഇല്ലെന്ന്. നമ്മൾ മനസ്സ് വെച്ചാ നമുക്ക് കാശുണ്ടാക്കാനും സമ്പാദിക്കാനും ഒക്കെ പറ്റും. ഋതിക മാഡം പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. ജനിച്ചപ്പോ മുതല് എല്ലാ സൗകര്യങ്ങളും ചുറ്റിനും കണ്ട് വളർന്നതുകൊണ്ടാ ഋതിക മാഡത്തിന് അങ്ങനെ തോന്നുന്നത്. സമ്പാദിക്കുന്നതേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല.
അതൊക്കെ ശ്രമിച്ചു നോക്കിയാലല്ലേ രാജു അറിയാൻ പറ്റൂ. നമ്മുടെയൊക്കെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാനേ നമ്മൾ എല്ലാവരും ശ്രമിക്കൂ. വലിയൊരു ആവശ്യം വരട്ടെ, വലിയൊരു സ്വപ്നം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് തീർച്ചയായും അതിന്റെ ഫലം ജീവിതം മുഴുവനും ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ പറയാൻ എളുപ്പം മാഡം, പ്രാവർത്തികമാകാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാതൊന്നും സാധിക്കില്ല രാജു. എങ്ങനെയെങ്കിലും എത്രയും വേഗം രുക്മിണിയമ്മയുടെ കയ്യിൽ നിന്ന് മോളുടെ സ്വർണം നമുക്ക് തിരികെ വാങ്ങണം. എങ്കിലേ എനിക്കെന്റെ ശ്വാസം നേരെ വീഴുള്ളൂ. രാധമ്മ സമാധാനായിട്ടിരിക്കേ. ഓർണമെന്റ്സ് ഞാൻ രുക്മിണി ആന്റിയുടെ കയ്യിൽ നിന്നും തിരിച്ചു മേടിച്ചിരിക്കും. ആ ഓർണമെന്റ്സിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട എന്റെ അച്ഛന്റെ ഫോട്ടോ രമ്യയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങണം. പറയാൻ മാത്രമല്ല, പ്രവർത്തിച്ചു കാണിക്കാനും അറിയാന്ന് ഇവിടെ ചിലരെയൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എനിക്ക്. ശരി, നിങ്ങൾ കിടന്നുറങ്ങും മക്കളെ. ഏയ് ഒന്നുമില്ല രാജു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാത്തതേ ചിലപ്പോ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിന്റെ ശാപം നമ്മളെ പിന്തുടരുന്നതുകൊണ്ടായിരിക്കും. എനിക്ക് പറ്റിയ തെറ്റ് അതെനിക്ക് തിരുത്തണം. എന്ത് തെറ്റ്? പറയാം രാജു. ശേഖര, എന്താ ഏട്ടാ? ഈ ഭാഗത്തൊന്നും എന്റെ ഫ്ലെക്സ് ബോർഡുകളോ പോസ്റ്ററുകളോ ഒന്നും കൂടുതലായി കാണുന്നില്ലല്ലോ. ചേട്ടാ, അത് ഈ പ്രദേശങ്ങളിലൊക്കെ പഴയ കാലത്തെ പോലെ ചുമരെഴുത്തും വളരെ കുറച്ച് പോസ്റ്ററുകളാ രാജു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഓരോ പ്രദേശത്തും വർഷാവർഷം കുറച്ചു കൊണ്ടുവരാനുള്ള എന്തോ ഒരു ഐഡിയയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ട് എതിർ സ്ഥാനാർത്ഥികളും അത് തന്നെ ഫോളോ ചെയ്യുന്നത്. കൊള്ളാം, നല്ല ചിന്ത. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്ത്. എന്താ ശേഖര? ചേട്ടാ, അത് നമ്മുടെ ദിവ്യയല്ലേ? നീ ഒന്ന് ഇറങ്ങി നോക്കി. ശരി ഏട്ടാ. അല്ല, ഓൺ ദ വേയാ. ലേറ്റ് ആവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ശരി, ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.